റാൻഡം സീക്വൻസ് ജനറേറ്റർ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നതെന്നാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു റാൻഡം സീക്വൻസ് ജനറേറ്ററിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ, ഒരു ഡിസൈൻ പ്രോബ്ലം ഈ ഒരു രീതിയിലായിരിക്കും വരിക. ഡിസൈൻ എ കൗണ്ടർ ടു കൗണ്ട് ദ സീക്വൻസ്. ഇതേപോലെ ഏതെങ്കിലും ഒരു സീക്വൻസ് തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഇതുപോലെ നമുക്കറിയാം, നോർമലി ഒരു കൗണ്ടർ എന്ന് പറയുന്നത് ഒരു സ്റ്റാർട്ടിംഗ് വാല്യൂ കാണും, ഒരു എൻഡ് വാല്യൂ കാണും. ആ ഒരു രീതിയിൽ കൗണ്ട് ചെയ്ത് പോകും. അത് അപ്പ് കൗണ്ടറോ ഡൗൺ കൗണ്ടറോ ആയിരിക്കും. ഇനി ഒരു കൗണ്ടർ ഒരു പർട്ടിക്കുലർ വാല്യൂ വരെ കൗണ്ട് ചെയ്യുമെങ്കിൽ അത് മോഡേൺ കൗണ്ടർ ആയിരിക്കും. ഇത് നമുക്കറിയാം. പക്ഷെ ഇതേ ഒരു പർട്ടിക്കുലർ സീക്വൻസ് തന്നേക്കാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ 0, 1, 2, 3, 4, 5, 6, 7 ഇങ്ങനെ ഒരു സീക്വൻസ് തന്നിട്ട് ഈ ഒരു കൗണ്ടർ ഡിസൈൻ ചെയ്യാൻ പറയുമ്പോൾ ആ സീക്വൻസ് തന്നിട്ടുണ്ടല്ലോ, അപ്പോൾ ഇത് റാൻഡം സീക്വൻസ് ജനറേറ്റർ ആണെന്ന് വിചാരിക്കരുത്. ഈ സീക്വൻസ് നോക്കി, ഇതിൻ്റെ അകത്ത് കണ്ടിന്യൂസ് ആയിട്ടാണ് വാല്യൂസ് പോയേക്കുന്നത്. സോ ഇതൊരു നോക്കിയേ 0 തൊട്ട് 7 വരെ കൗണ്ട് ചെയ്യുന്ന ഒരു അപ്പ് കൗണ്ടർ ആണ്. അത് നിങ്ങൾക്ക് തെറ്റി പോകരുത്. നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നേക്കാണ്, നിങ്ങളിപ്പോൾ ആദ്യമേ ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു സീക്വൻസ് നോക്കാം. അപ്പോൾ ആ ഒരു സീക്വൻസ് നോക്കിയാൽ ഇവിടെ 1, 2, 5, 7 എന്നൊക്കെ പറഞ്ഞ് റാൻഡം ആയിട്ട് കുറച്ച് നമ്പേഴ്സ് ആണ് തന്നേക്കുന്നത്. ആ സീക്വൻസിനെ കൗണ്ട് ചെയ്യാനുള്ളൊരു കൗണ്ടർ ഡിസൈൻ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഇത്രയും കണ്ട ഉടനെ നമുക്ക് ഉറപ്പിക്കാം, നമുക്ക് ഡിസൈൻ ചെയ്യാനുള്ള സർക്യൂട്ട് എന്ന് പറയുന്നത് ഒരു റാൻഡം സീക്വൻസ് ജനറേറ്റർ ആണെന്ന്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, ഈ റാൻഡം സീക്വൻസ് ജനറേറ്റർ എന്ന് പറയുന്നത് ഒരു സിങ്ക്രണസ് കൗണ്ടർ ആണെന്ന്. അപ്പോൾ നമ്മുടെ സിങ്ക്രണസ് കൗണ്ടറിന്റെ ഡിസൈനിങ് സ്റ്റെപ്സ് തന്നെയാണ് റാൻഡം സീക്വൻസ് ജനറേറ്ററിനും വരുന്നത്. ചെറിയ ചില വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ ബേസിക് ആയിട്ടുള്ള ഒരു റാൻഡം സീക്വൻസ് ജനറേറ്ററിന്റെ ഡിസൈൻ എന്ന് പറയുന്നത് നമ്മുടെ സിങ്ക്രണസ് കൗണ്ടറിന്റെ സെയിം ഡിസൈൻ തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് റാൻഡം സീക്വൻസ് ജനറേറ്റർ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു റാൻഡം സീക്വൻസ് ജനറേറ്റർ ഡിസൈൻ ചെയ്യുന്ന സ്റ്റെപ്സ് സിങ്ക്രണസ് കൗണ്ടറിന്റെ സെയിം സ്റ്റെപ്സ് ആണ്. അപ്പൊ ജസ്റ്റ് സ്റ്റെപ്സ് പറയാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമുക്കൊരു റാൻഡം സീക്വൻസ് ജനറേറ്റർ ഡിസൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യന്റെ അകത്ത് എത്ര നമ്പർ ഓഫ് ബിറ്റ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അതേപോലെ തന്നെ എത്ര നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. പിന്നെ സ്റ്റേറ്റ് ഡയഗ്രാം വരയ്ക്കണം. പിന്നെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യന്റെ കേസിൽ നമുക്ക് പ്രസന്റ് സ്റ്റേറ്റും നെക്സ്റ്റ് സ്റ്റേറ്റും വെച്ച് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ട് കണ്ടുപിടിക്കണം. ദെൻ കെ മാപ്പ് വരയ്ക്കണം. ആ കെ മാപ്പിൽ നിന്നും ഇക്വേഷൻസ് കണ്ടുപിടിക്കണം. ഫൈനലി ആ ഇക്വേഷൻസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കണം. ഇത്രയാണ് ഒരു റാൻഡം സീക്വൻസ് ജനറേറ്റർ ഡിസൈൻ ചെയ്യുന്ന സ്റ്റെപ്സ്. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ സിങ്ക്രണസ് കൗണ്ടർ ഡിസൈൻ ചെയ്യുമ്പോഴും വരുന്ന സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഇതിൽ ഈ 1ഉം 2ഉം സ്റ്റെപ്സ് എന്ന് പറയുന്നത് തിരിച്ചു വരാം. അത് നമ്മൾ എഴുതുന്ന ഇഷ്ടം. ഇത്രയും സ്റ്റെപ്സ് മെയിൻ ആയിട്ട് അതിൻ്റെ അകത്ത് വേണം. ഇതാണ് ഒരു റാൻഡം സീക്വൻസ് ജനറേറ്ററിന്റെ ഡിസൈനിങ്ങിന്റെ ബേസിക് ആയിട്ട് അറിയേണ്ടുന്ന കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനെ ഈ ഒരു പറഞ്ഞിരിക്കുന്ന ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യനെ ബേസ് ചെയ്ത് ഒരു റാൻഡം സീക്വൻസ് ജനറേറ്റർ ഡിസൈൻ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ നമ്മളൊരു റാൻഡം സീക്വൻസ് ജനറേറ്റർ ഡിസൈൻ ചെയ്യുമ്പോൾ ആദ്യമേ ചെയ്യേണ്ടുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമുക്ക് ഈ ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ട് അതിന്റെ സ്റ്റേറ്റ് ഡയഗ്രാം അങ്ങ് വരച്ചു വെക്കണം. അതിനുശേഷം ബാക്കിയുള്ള സ്റ്റെപ്സ് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരും. നമ്മൾ സിങ്ക്രണസ് കൗണ്ടർ ചെയ്തപ്പോൾ ആദ്യമേ നമ്പർ ഓഫ് ബിറ്റ്സും നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പും കണ്ടുപിടിച്ചിട്ടല്ലേ സ്റ്റേറ്റ് ഡയഗ്രാം വരച്ചത്. അതിപ്പോ ആ ഒരു സ്റ്റെപ്പ് ഇപ്പൊ റാൻഡം സീക്വൻസ് ജനറേറ്ററിന്റെ കേസിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല, സ്റ്റേറ്റ് ഡയഗ്രാം വരച്ചു തുടങ്ങുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഫസ്റ്റ് സ്റ്റെപ്പും സെക്കൻഡ് സ്റ്റെപ്പും തമ്മിൽ തിരിഞ്ഞു പോയി എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സീക്വൻസിനെ ബേസ് ചെയ്തൊരു സ്റ്റേറ്റ് ഡയഗ്രാം വരയ്ക്കാം. അപ്പൊ നോക്കിയേ, ഇവിടുത്തെ സ്റ്റേറ്റുകൾ എന്ന് പറയുന്നത് 1, 2, 5, 7, 8, 11, 13, 15. അതായത് നമുക്ക് ഈ ഒരു സീക്വൻസ് ഏതാന്ന് തന്നിട്ടുണ്ട്. ആ സീക്വൻസിലെ ഓരോ നമ്പറുകളുമാണ് നമ്മുടെ സ്റ്റേറ്റ് ഡയഗ്രത്തിലെ ഓരോ സ്റ്റേറ്റ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റ് എന്ന് 1 ആണ്. ദെൻ നെക്സ്റ്റ് സ്റ്റേറ്റ് 2 ആണ്. ദെൻ 5, 7, 8, 11, 13, 15. ഈ ഒരു രീതിയിലായിരിക്കും സ്റ്റേറ്റ് ഡയഗ്രാം വരുന്നത്. ഇനി നമ്മളിവിടെ എത്ര നമ്പർ ഓഫ് ബിറ്റ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ബിറ്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് തന്നിരിക്കുന്ന സീക്വൻസിലെ ഏറ്റവും വലിയ നമ്പർ ഏതാണെന്ന് നോക്കാം. അപ്പൊ ഈ ഒരു സീക്വൻസിലെ ഏറ്റവും വലിയ നമ്പർ 15 ആണ്. അതിന്റെ ഇക്വലന്റ് ബൈനറി എഴുതാം.
15ന്റെ ഇക്വലന്റ് ബൈനറി എന്ന് പറയുന്നത് 1 1 1 1 ആണ്. അപ്പൊ നോക്കിയേ അത് എത്ര നമ്പർ ഓഫ് ബിറ്റ്സ് ഉണ്ട്? 1 2 3 4 4 നമ്പർ ഓഫ് ബിറ്റ്സ് ഉണ്ട്. സോ നമ്മുടെ നമ്പർ ഓഫ് ബിറ്റ്സ് എന്ന് പറയുന്നത് 4 ആണ്. ഇത്രയേ ഉള്ളൂ. നമുക്ക് തന്ന സീക്വൻസിൽ ഏറ്റവും വലിയ നമ്പർ നോക്കുക, അതിന്റെ ഇക്വലന്റ് ആയിട്ടുള്ള ബൈനറി റെപ്രസെന്റേഷൻ എഴുതുക, അതിൽ എത്ര നമ്പർ ഓഫ് ബിറ്റ്സ് ഉണ്ട് അതാണ് നമ്മുടെ നമ്പർ ഓഫ് ബിറ്റ്സ്. ദെൻ നമുക്കറിയാം നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് ഈക്വൽ ടു നമ്പർ ഓഫ് ബിറ്റ്സ് ആണ്. സോ നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈക്വൽ ടു 4 എന്നും കിട്ടി. ഇനി നമുക്കിപ്പോ ക്വസ്റ്റ്യനിൽ ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്തിട്ടാണ് ഈ കൗണ്ടർ കൗണ്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പൊ ഇവിടുത്തെ കേസിൽ ഈ ഒരു ഞാൻ ക്വസ്റ്റ്യനിൽ എഴുതാൻ വിട്ടുപോയതാണ്, യൂസിങ് ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും സംഭവങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ വരിക? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു സർക്യൂട്ടിനെ, ഈ ഒരു സ്റ്റേറ്റ് ഡയഗ്രത്തിനെ ബേസ് ചെയ്ത് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ പ്രസന്റ് സ്റ്റേറ്റും നെക്സ്റ്റ് സ്റ്റേറ്റും ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇൻപുട്ടും എഴുതണം. അതിന് മുന്നേ നമുക്കറിയാം നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. സോ നിങ്ങൾക്ക് ആ ഒരു ടേബിൾ എഴുതണമെങ്കിൽ ടി ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ എക്സൈറ്റേഷൻ ടേബിൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ടി ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ എക്സൈറ്റേഷൻ ടേബിൾ ഈ ഒരു രീതിയിലായിരിക്കും വരിക. നമുക്കറിയാം എക്സൈറ്റേഷൻ ടേബിൾ എന്ന് പറഞ്ഞാൽ പ്രസന്റ് സ്റ്റേറ്റിനെ നെക്സ്റ്റ് സ്റ്റേറ്റിനെ ബേസ് ചെയ്ത് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ട് എഴുതുന്നതാണ്. ഓക്കെ, അപ്പൊ ടി ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ എക്സൈറ്റേഷൻ ടേബിൾ ഇങ്ങനെയായിരിക്കും വരിക. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടി. ഇനി ബാക്കി നമ്മുടെ സിൻക്രണസ് കൗണ്ടർ ഡിസൈൻ ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ഇവിടെയും ചെയ്യാൻ പോകുന്നത് ഈ ഒരു സർക്യൂട്ടിന്റെ കേസിൽ പ്രസന്റ് സ്റ്റേറ്റിനെയും നെക്സ്റ്റ് സ്റ്റേറ്റിനെയും ബേസ് ചെയ്ത് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ട് എഴുതണം. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സർക്യൂട്ടിന്റെ എക്സൈറ്റേഷൻ ടേബിൾ എഴുതാണ്. അതായത് സർക്യൂട്ടിന്റെ പ്രസന്റ് സ്റ്റേറ്റും സർക്യൂട്ടിന്റെ നെക്സ്റ്റ് സ്റ്റേറ്റും വെച്ചിട്ട് നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ട് എഴുതാൻ പോവാണ്. അപ്പൊ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചായിരുന്നു ഇവിടെ 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് ഉള്ളതെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. നമ്മൾ ആ ഫ്ലിപ്പ് ഫ്ലോപ്പുകൾക്ക് ABCD എന്ന് നെയിം ചെയ്യാണ്. ഓക്കെ, അപ്പോ അങ്ങനെയാണെങ്കിൽ ആ ഫ്ലിപ്പ് ഫ്ലോപ്പുകളുടെ ഇൻപുട്ട് അല്ലെങ്കിൽ പ്രസന്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്, ഇൻപുട്ട് അല്ല ഔട്ട്പുട്ട് അല്ലെങ്കിൽ പ്രസന്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എയുടെ ഔട്ട്പുട്ട് QA, ബിയുടെ ഔട്ട്പുട്ട് QB, സിയുടെ ഔട്ട്പുട്ട് QC, ഡിയുടെ ഔട്ട്പുട്ട് QD എന്ന് വരും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിന് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പേര് കൊടുക്കാം. അപ്പോ നമ്മളിപ്പോ ഇവിടെ ഒരു സർക്യൂട്ടിന് ഞാനിപ്പോ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോ പ്രസന്റ് സ്റ്റേറ്റിൽ QA, QB, QC, QD ഈ ഒരു ഓർഡറിലാണ് എഴുതിയതെങ്കിൽ നമ്മൾ ആ ഒരു സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് A, സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് B, തേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് C, ഫോർത്ത് ഫ്ലിപ്പ് ഫ്ലോപ്പ് D ഈ ഒരു രീതിയിൽ വരയ്ക്കണം. അതല്ല നമ്മൾ ഇനിയിപ്പോ പ്രസന്റ് സ്റ്റേറ്റ് എഴുതുമ്പോൾ നമ്മുടെ നോർമലി നമ്മുടെ സിൻക്രണസ് കൗണ്ടറിലൊക്കെ ചെയ്തതുപോലെ QD, QC, QB, QA ഈ ഒരു രീതിയിലാണ് പ്രസന്റ് സ്റ്റേറ്റ് എഴുതുന്നതെങ്കിൽ നിങ്ങൾ ഡയഗ്രാം വരയ്ക്കുമ്പോൾ D, C, B, A ഈ രീതിയിൽ വേണം വരയ്ക്കാൻ. അതായത് നമ്മൾ ഈ പ്രസന്റ് സ്റ്റേറ്റ് എഴുതുമ്പോൾ ഏത് ഓർഡറിൽ എഴുതുന്നോ ഡയഗ്രത്തിലും ആ ഓർഡറിൽ തന്നെ ഫ്ലിപ്പ് ഫ്ലോപ്പ് വരയ്ക്കണം. ഇനി നിങ്ങൾക്ക് ഇതിപ്പോ നമ്മൾ ABCD എന്ന് എഴുതിയാലും അതല്ല DCBA എന്ന് എഴുതിയാലും തെറ്റൊന്നുമില്ല. കാരണം നമ്മളായിട്ട് ഫ്ലിപ്പ് ഫ്ലോപ്പിന് കൊടുക്കുന്ന പേരാണത്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം. ഞാനിപ്പോ ഇവിടെ ABCD എന്ന ഓർഡറിലാണ് എഴുതിയത്. നിങ്ങൾക്ക് ഇനിയിപ്പോ നിങ്ങൾ സിൻക്രണസ് കൗണ്ടർ ഒക്കെ ഡിസൈൻ ചെയ്ത ടൈമിൽ QD, QC, QB, QA എന്ന് പറയുന്ന ഒരു ഓർഡറിലാണ് എഴുതി വന്നത്. നിങ്ങൾക്ക് അത് ഡൗട്ട് ആവുമെന്ന് തോന്നുവാണെങ്കിൽ വേണ്ട, നിങ്ങൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ ചെയ്താൽ മതി. രണ്ടായാലും ഇതിൽ തെറ്റൊന്നും വരുന്നില്ല. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊന്ന് പറയാം. നമ്മൾ റാൻഡം സീക്വൻസ് ജനറേറ്റർ ആണ് ഡിസൈൻ ചെയ്യുന്നത്. നമുക്ക് സീക്വൻസ് തന്നിട്ടുണ്ട്. ആ സീക്വൻസിനെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു സ്റ്റേറ്റ് ഡയഗ്രാം വരച്ചു. ദെൻ ഇതില് ലാർജസ്റ്റ് നമ്പറിനെ ബേസ് ചെയ്ത് നമ്മൾ നമ്പർ ഓഫ് ബിറ്റും അതുവഴി നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പും കണ്ടുപിടിച്ചു. ഇനി നമ്മളിവിടെ ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ടി ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ എക്സൈറ്റേഷൻ ടേബിൾ അറിഞ്ഞിരിക്കണം. ഇനി നമ്മുടെ റാൻഡം സീക്വൻസ് ജനറേറ്ററിൽ ഡിസൈനിങ്ങിൽ വരുന്ന നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു സർക്യൂട്ടിന്റെ എക്സൈറ്റേഷൻ ടേബിൾ എഴുതണം. അതായത് സർക്യൂട്ടിന്റെ പ്രസന്റ് സ്റ്റേറ്റും സർക്യൂട്ടിന്റെ നെക്സ്റ്റ് സ്റ്റേറ്റും സർക്യൂട്ടിന്റെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ആ സർക്യൂട്ടിൽ വരുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പുകളുടെ ഇൻപുട്ട്. ഇത്രയുമാണ് വേണ്ടത്. ഓക്കെ, ഇപ്പൊ നമ്മുടെ പ്രസന്റ് സ്റ്റേറ്റ് ഞാനിപ്പോ ഇവിടെ ഫ്ലിപ്പ് ഫ്ലോപ്പുകളെ ABCD ഇതാണ് എന്റെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈ ഒരു റാൻഡം സീക്വൻസ് ജനറേറ്ററിൽ വരുന്ന ഫ്ലിപ്പ് ഫ്ലോപ്സ് ആയിട്ട് എടുത്തേക്കുന്നത്. സോ പ്രസന്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആ ഫ്ലിപ്പ് ഫ്ലോപ്പുകളുടെ ഔട്ട്പുട്ടായ QA, QB, QC, QD.
നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് QA പ്ലസ് QB പ്ലസ് QC പ്ലസ് QD പ്ലസ്. ഇനി ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ടുകൾ എന്ന് പറയുന്നത് A എന്ന് പറയുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ട് TA, B എന്ന് പറയുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ട് TB, സിമിലർലി TCയും TDയും വരും. ഇനി നമുക്ക് പ്രസന്റ് സ്റ്റേറ്റ് എഴുതണം. പ്രസന്റ് സ്റ്റേറ്റ് എഴുതുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് 4 ബിറ്റ് അല്ലേന്ന് വെച്ചിട്ട് 0 തൊട്ട് 15 വരെ ഒന്നും എഴുതി വെക്കരുത്. നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരു സീക്വൻസ് തന്നിട്ടുണ്ട്. ആ സീക്വൻസിലുള്ള നമ്പേഴ്സ് ആണ് നമ്മുടെ പ്രസന്റ് സ്റ്റേറ്റ്. അതായത് നമ്മുടെ ഫസ്റ്റ് പ്രസന്റ് സ്റ്റേറ്റിൽ നിന്ന് 1 ആണ്, ദെൻ 2, ദെൻ 5, ദെൻ 7, 8, 11, 13, 15 ഈ ഒരു ഓർഡറിലാണ് നമ്മുടെ പ്രസന്റ് സ്റ്റേറ്റ് വരുന്നത്. അപ്പൊ നമ്മൾ 1ന്റെ ഇക്വലന്റ് 4 ബിറ്റ് ബൈനറി എഴുതി, ദെൻ 2ന്റെ ഇക്വലന്റ് 4 ബിറ്റ് ബൈനറി എഴുതി, ദെൻ 5ന്റെ ഇക്വലന്റ് 4 ബിറ്റ് ബൈനറി. അങ്ങനെ നമ്മൾ പ്രസന്റ് സ്റ്റേറ്റ് എല്ലാം എഴുതി. ഇനി നെക്സ്റ്റ് സ്റ്റേറ്റ് എഴുതണം. നെക്സ്റ്റ് സ്റ്റേറ്റ് എഴുതുന്നതിന് വേണ്ടി നമ്മുടെ ഈ ഒരു സ്റ്റേറ്റ് ഡയഗ്രാം നോക്കാം. 1 എന്ന് പറയുന്ന സ്റ്റേറ്റിന്റെ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് 2 ആണ്. സോ നമ്മൾ എന്ത് ചെയ്യാം, 1 എന്ന് പറയുന്ന സ്റ്റേറ്റിന്റെ നെക്സ്റ്റ് സ്റ്റേറ്റ് ആയിട്ട് 2 എഴുതാം. ഇതിപ്പോ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ സ്റ്റേറ്റ് ഡയഗ്രാം ഈ സീക്വൻസ് തന്നേക്കുന്ന നമ്പർ വെച്ചും വരയ്ക്കുക. അത് കൂടാതെ അതിന്റെ ഇക്വലന്റ് ബൈനറി വെച്ചും, അതായത് 0 0 0 1, നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് 0 0 1 0, നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് 0 0 1 0 1, ഈ ഒരു രീതിയിലും കൂടി ഡയഗ്രാം വരയ്ക്കുക. അപ്പൊ ഒട്ടും കൺഫ്യൂഷൻ വരില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യമേ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന സീക്വൻസ് എല്ലാം പ്രസന്റ് സ്റ്റേറ്റ്സ് ആയിട്ട് എഴുതി. ദെൻ സ്റ്റേറ്റ് ഡയഗ്രാം നോക്കി 1ന്റെ നെക്സ്റ്റ് സ്റ്റേറ്റ് 2, അതായത് 2ന്റെ ഇക്വലന്റ് ബൈനറി, 2ന്റെ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് 5, അതായത് 5ന്റെ ഇക്വലന്റ് ബൈനറി. ഈ രീതിയിൽ പ്രസന്റ് സ്റ്റേറ്റും അതേപോലെ തന്നെ നെക്സ്റ്റ് സ്റ്റേറ്റും എഴുതുക. ഇനി ഈ പ്രസന്റ് സ്റ്റേറ്റിനെയും നെക്സ്റ്റ് സ്റ്റേറ്റിനെയും ബേസ് ചെയ്ത് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ട് എഴുതണം. ആ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ട് എഴുതുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഓൾറെഡി T ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ എക്സൈറ്റേഷൻ ടേബിൾ എഴുതി വെക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി ഈ പ്രസന്റ് സ്റ്റേറ്റിനെയും നെക്സ്റ്റ് സ്റ്റേറ്റിനെയും ബേസ് ചെയ്ത് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ട് എഴുതാൻ പോവാണ്. ആദ്യം നമ്മൾ QAനെയും QA പ്ലസിനെയും ബേസ് ചെയ്ത് ടിയുടെ വാല്യൂ എഴുതും. ദെൻ QBയെയും QB പ്ലസിനെയും ബേസ് ചെയ്ത് TBയുടെ വാല്യൂ എഴുതും. സിമിലർലി TCയും TDയും എഴുതും. അപ്പൊ ആദ്യം ഈ ടിയുടെ വാല്യൂ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ QAയുടെ ഫസ്റ്റ് വാല്യൂ 0 ആണ്, QA പ്ലസിന്റെ വാല്യൂ 0 ആണ്. അതായത് പ്രസന്റ് സ്റ്റേറ്റും നെക്സ്റ്റ് സ്റ്റേറ്റും 0 ആണ്. നേരെ T ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ എക്സൈറ്റേഷൻ ടേബിളിലേക്ക് പോവുക. പ്രസന്റ് സ്റ്റേറ്റും 0, നെക്സ്റ്റ് സ്റ്റേറ്റും 0 ആണെങ്കിൽ ടിയുടെ വാല്യൂ 0 എന്ന് വരും. അപ്പൊ നമ്മൾ അങ്ങനെ ഇവിടെ ടിയുടെ ആദ്യത്തെ വാല്യൂ 0 എന്ന് എഴുതി. ഈ ഒരു രീതിക്ക് നമുക്ക് ടിയുടെ എല്ലാ വാല്യൂസും എഴുതാം, TBയുടെ വാല്യൂസ് എഴുതാം, TCയുടെ വാല്യൂ എഴുതാം, TDയുടെ വാല്യൂ എഴുതാം. ഇത് ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാത്തത്, നമ്മൾ ഓൾറെഡി സിൻക്രണസ് കൗണ്ടർ ഡിസൈൻ ചെയ്യുമ്പോൾ ഇത് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതൊന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ സിൻക്രണസ് കൗണ്ടറിന്റെ വീഡിയോ നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ പ്രസന്റ് സ്റ്റേറ്റിനെ നെക്സ്റ്റ് സ്റ്റേറ്റിനെ ബേസ് ചെയ്ത് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ട് എല്ലാം എഴുതി കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ടുകൾക്ക്, അതായത് ടിഎക്കും TBക്കും TCക്കും TDക്കും ഈ പ്രസന്റ് സ്റ്റേറ്റിന്റെ ടേംസിൽ ഇക്വേഷൻസ് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി K മാപ്പ് വരയ്ക്കണം. അപ്പൊ നമുക്കറിയാം നമ്മുടെ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് നമ്മളിപ്പോ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കൗണ്ടർ എന്ന് പറയുന്നത് ഒരു 4 ബിറ്റ് കൗണ്ടർ ആണെന്ന് നമുക്കറിയാം. സോ 4 ബിറ്റ് കൗണ്ടർ ആകുമ്പോഴത്തേക്കും, അതായത് ഇവിടെ 4 വേരിയബിൾസ് ആണ് ഉള്ളത്, QA QB QC QD 4 വേരിയബിൾസ് ഉണ്ട്. സോ നമുക്ക് 2⁴ 16 കോളം ഉള്ള ഒരു K മാപ്പ് വേണം വരയ്ക്കേണ്ടത്. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. നമ്മൾ ആദ്യം ടിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ ടിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു K മാപ്പ് വരച്ചു. അപ്പൊ 4 വേരിയബിൾസ് ആണ് ഉള്ളത്. അപ്പൊ 16 കോളുള്ള K മാപ്പ് വരച്ചു. ഇനി ആ K മാപ്പിൽ നോക്കി, നമ്മുടെ ഇവിടുത്തെ പ്രസന്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് QA QB QC QD ആണ്. നമുക്ക് ഈ 4 വേരിയബിൾസിന്റെയും ടേംസിലാണ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് കിട്ടേണ്ടത്. സോ നമുക്ക് ഈ K മാപ്പിലെ വേരിയബിൾസ് QA QB QC QD അതെഴുതി. ഇനി നമുക്ക് ഈ K മാപ്പിൽ വാല്യൂസ് ഫില്ല് ചെയ്യണം. അപ്പൊ വാല്യൂസ് ഫില്ല് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ പ്രസന്റ് സ്റ്റേറ്റ് നോക്കാം. നമ്മുടെ പ്രസന്റ് സ്റ്റേറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് നോർമലി കാണുന്നത് പോലെ കുറെ പ്രസന്റ് സ്റ്റേറ്റ് ഒന്നും ഇവിടെ ഇല്ല. ഇവിടെ ആകെ കുറച്ച് പ്രസന്റ് സ്റ്റേറ്റേ ഉള്ളൂ. അതായത് 1 ഉണ്ട്, 2, 5, 7, 8 അങ്ങനെ കുറച്ച് പ്രസന്റ് സ്റ്റേറ്റുകൾ മാത്രമേ നമ്മുടെ ഈ ഒരു സർക്യൂട്ടിന് ഉള്ളൂ. അത് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു K മാപ്പ് വരച്ചു. എന്നിട്ട് K മാപ്പിന്റെ അകത്തെ ഓരോ കോളം നമുക്ക് അറിയാമല്ലോ. ഇത് 0, ഇത് 1, 2, 3, 4, 5, 6, 7, 8, 9,
10, 11, 12, 13, 14, 15. ഈ കോളംസ് നമുക്ക് അറിയാം, ഓൾറെഡി അറിയാം. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കെ മാപ്പ് വരയ്ക്കാം. എന്നിട്ട് നോക്കിയേ, ആദ്യത്തെ പ്രസന്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ 1 ആണ്. 1ന്റെ കോളത്തിൽ ടിയുടെ വാല്യൂ എന്ത് വരും? 0 ആണ്. അപ്പൊ 1ന്റെ കോളത്തിൽ ടിയുടെ വാല്യൂ 0 എന്ന് എൻറ്റർ ചെയ്യാം. ഇനി അടുത്ത പ്രസന്റ് സ്റ്റേറ്റ് 2 ആണ്. 2ന് കറസ്പോണ്ടിങ് ആയിട്ട് ടിയുടെ വാല്യൂ എന്താണെന്ന് നോക്കുക. 0 ആണ്. അപ്പൊ 2ന്റെ കോളത്തിലും 0 എൻറ്റർ ചെയ്യാം. ദെൻ അടുത്ത പ്രസന്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് 5 ആണ്. 5ന്റെ കോളത്തിൽ എന്താണ് ടിയുടെ വാല്യൂ എന്ന് നോക്കുക. വീണ്ടും 0 വന്നു. അപ്പൊ 5ന്റെ കോളത്തിൽ 0 എൻറ്റർ ചെയ്തു. സിമിലർലി നോക്കിയേ, 1, 2, 5, 7, 8, 11, 13, 15. ഇത്രയും നമ്പേഴ്സിന്റെ കോളത്തിൽ നമുക്ക് 0യും 1ഉം വരും. ആ വാല്യൂസ് നമ്മൾ എൻറ്റർ ചെയ്യണം. ദെൻ ബാക്കി കെ മാപ്പിൽ കുറച്ച് കോളംസ് ഒഴിഞ്ഞു കിടക്കുകയാണല്ലോ. ആ കോളത്തിലെല്ലാം നമ്മൾ ഡോണ്ട് കെയർ എൻറ്റർ ചെയ്യണം. ഇങ്ങനെയാണ് നമ്മൾ കെ മാപ്പ് ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത് കൺഫ്യൂഷൻ വരരുത്. നമ്മുടെ ഓരോ പ്രസന്റ് സ്റ്റേറ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് ടിയുടെ വാല്യൂസ് നമ്മൾ എൻറ്റർ ചെയ്യും. അത് 0യും 1ഉം വരും. ബാക്കി ഒഴിഞ്ഞു കിടക്കുന്ന കോളത്തിലെല്ലാം ഡോണ്ട് കെയർ എൻറ്റർ ചെയ്യാം. ഇനി നമുക്കിത് ഇതേപോലെ ടിയുടെയും ടിബിയുടെയും ടിസിയുടെയും ടിഡിയുടെയും കെ മാപ്പിന്റെ കോളംസ് ഫില്ല് ചെയ്യാം. ഇനി അത് ഗ്രൂപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൂടെ പറഞ്ഞുതരാം. ടിയുടെ കേസിൽ നോക്കിയേ, നമുക്ക് എപ്പോഴും ഏറ്റവും വലിയ ഗ്രൂപ്പ് ഉണ്ടാക്കാനാണ് നമ്മൾ നോക്കുക. അതായത് 16 വേരിയബിൾസ് ഉള്ളത്. ഇല്ലാന്നുണ്ടെങ്കിൽ 8, ഇല്ലെങ്കിൽ 4, ഇല്ലെങ്കിൽ 2, ഇല്ലെങ്കിൽ 1. ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ എപ്പോഴും നോക്കുക. അപ്പോൾ നോക്കിയേ, ഇതിൽ 16 വേരിയബിൾസ് ഉള്ള നമ്മളിപ്പോൾ സം ഓഫ് പ്രോഡക്റ്റ് ആ ഒരു മെത്തേഡാണ് നമ്മൾ നോർമലി കൗണ്ടേഴ്സ് എല്ലാം ഡിസൈൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് 1 ആണ് ഗ്രൂപ്പ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ ആകെ ഈ 2 1 ഉള്ളൂ. ആ 2 1 വെച്ചിട്ട് നമുക്ക് 16 എണ്ണം പറ്റില്ല, 8ഉം പറ്റില്ല, 4ആണ് പറ്റുന്നത്. സോ ആ 2 1ഉം അതിനടുത്തുള്ള 2 ഡോണ്ട് കെയറും കൂടെ ചേർത്ത് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ദെൻ ആ ഗ്രൂപ്പിന്റെ ലെഫ്റ്റിലേക്ക് നോക്കുക. QA QBയുടെ വാല്യൂ, QAയുടെ വാല്യൂ 0യും 1ഉം ആണ്. അത് ക്യാൻസൽ ആയി പോയി. QBയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോ QB TA ഈക്വൽ ടു QB. ഇനി അതിന്റെ ആ ഗ്രൂപ്പിന്റെ തന്നെ മുകളിലുള്ള വാല്യൂസ് നോക്കുക. QCയുടെ വാല്യൂ 1 1 ആണ്. സോ ഇൻറ്റു QC. ദെൻ QDയുടെ വാല്യൂ 1 0 ആണ്. അപ്പൊ QDയും ക്യാൻസൽ ആയി. അപ്പൊ ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് QB QC എന്ന് വരും. ഇനി അടുത്ത TB കണ്ടുപിടിക്കുന്ന കേസിൽ നമുക്ക് ഇവിടെ 4 1 ഉണ്ട്. ഈ 4 1 അവിടുത്തെ ഡോണ്ട് കെയറും കൂടി ചേർത്ത് ഇങ്ങനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാം. TCയുടെ കേസിൽ നോക്കിയേ, 1ഉം ഡോണ്ട് കെയറും മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഒരു ഒറ്റ ഗ്രൂപ്പ് ഉണ്ടാക്കി TC 1 കിട്ടി. ഇനി ഇവിടുത്തെ കേസിൽ TD കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ 2 1 ഉണ്ട്. ആ 2 1 ഈ ഡോണ്ട് കെയറോട് ചേർത്ത് ഈ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ഇനി നമുക്ക് ഈ ഒരു 1ഉം ഈ ഒരു 1ഉം ഉണ്ട്. അപ്പൊ നമ്മൾ ഇതിങ്ങനെ ഒരു ഗ്രൂപ്പാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ എപ്പോഴും ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ലോജിക്കലി അഡ്ജസ്റ്റന്റ് ആയ ഗ്രൂപ്പുകളെ തമ്മിൽ കോളങ്ങളെ തമ്മിൽ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റൂ. അപ്പൊ ഇവിടുത്തെ കേസിൽ ഈ 2 ഗ്രൂപ്പും ലോജിക്കലി അഡ്ജസ്റ്റന്റ് ആണ്. അപ്പൊ നമ്മൾ അതിനെ ഒറ്റ ഗ്രൂപ്പായിട്ട് എടുത്തു. ഇനി അതിന്റെ ലെഫ്റ്റിലേക്ക് നോക്കുമ്പോൾ QAയുടെ വാല്യൂ 0യും 1ഉം ആണ്. അപ്പം QA ക്യാൻസൽ ആയി. QBയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 0 ആണ്. അപ്പോ നമുക്ക് എന്ത് കിട്ടും? QB ബാർ എന്ന് എഴുതും. ഇനി ടോപ്പിലേക്ക് നോക്കിയാൽ QCയുടെ വാല്യൂ 0 0 എന്നാണ്. സോ QC ബാർ വരും. QDയുടെ വാല്യൂ 0 1. അപ്പൊ QD ക്യാൻസൽ ആയിപ്പോയി. പ്ലസ്, അപ്പൊ നമുക്ക് ഒരു ടേം കിട്ടി. ഒരു ഗ്രൂപ്പിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ടേം കിട്ടി. പ്ലസ് അടുത്ത ഈ ഒരു ഗ്രൂപ്പ് നോക്കി, അതിന്റെ ലെഫ്റ്റ് നോക്കി, QAയുടെ വാല്യൂ 0 0. അപ്പൊ നമുക്ക് QA ബാർ എന്ന് കിട്ടും. QBയുടെ വാല്യൂ 0 1. അത് ക്യാൻസൽ ആയിപ്പോയി. ഇനി ആ ഗ്രൂപ്പിന്റെ ടോപ്പിൽ നോക്കിയാൽ QCയുടെ വാല്യൂ 1 1. അപ്പൊ QC എന്ന് കിട്ടും. QDയുടെ വാല്യൂ 1 0. QD ക്യാൻസൽ ആവും. അതായത് QA ബാർ QC എന്ന് കിട്ടും. ഇങ്ങനെ നമുക്ക് ടിയുടെയും TBയുടെയും TCയുടെയും TDയുടെയും ഇക്വേഷൻസ് കിട്ടി. ഇനി നമുക്ക് ലോജിക് സർക്യൂട്ട് വരച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ലോജിക് സർക്യൂട്ട് വരയ്ക്കണം. അതിനുവേണ്ടി നമ്മൾ ആദ്യം, നമുക്കറിയാം 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് ഇവിടെ ഉള്ളത്. ആ 4 ഫ്ലിപ്പ് ഫ്ലോപ്പും മാർക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാൻ പോവാണ്. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞത് തെറ്റിപ്പോയി. നമുക്കിപ്പോ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് എഴുതുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ആ ഒരു ടേബിളിൽ ABCD എന്നാണ് എഴുതിയതെന്ന് വെച്ച് ഡയഗ്രത്തിൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് ABCD എന്ന് തന്നെ എഴുതണം എന്നില്ല. തിരിച്ചെഴുതിയാലും കുഴപ്പമൊന്നുമില്ല.
അതായത് ഞാൻ ഉദ്ദേശിച്ച ഇപ്പൊ നമ്മള് സിങ്ക്രണസ് കൗണ്ടർ ഒക്കെ ഡിസൈൻ ചെയ്യുന്ന ടൈമിൽ നമ്മൾ QD QC QB QA ഇങ്ങനെയാണ് ടേബിൾ എഴുതുന്നതെങ്കിൽ സർക്യൂട്ട് വരച്ചു വരുമ്പോൾ ABCD ഈ ഒരു രീതിയിലാണ് ഫിഗറിൽ വരയ്ക്കുക. അതായത് ഈ QD എന്ന് പറയുന്നതാണ് നമ്മുടെ MSB. നമ്മൾ സർക്യൂട്ട് വരയ്ക്കുമ്പോൾ റൈറ്റ് എൻഡിലായിരിക്കും ആ MSB വരുന്ന സർക്യൂട്ട് വരയ്ക്കുന്നത്. അതായത് ടേബിളിൽ വരുന്നതിന് നേരെ ഓപ്പോസിറ്റ് രീതിയിലായിരിക്കും സർക്യൂട്ടിൽ വരയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കേസിൽ ഡിസൈൻ ചെയ്യാൻ നേരത്തെ ടേബിൾ എഴുതിയത് QA QB QC QD എന്നാണ്. സോ സർക്യൂട്ട് വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യുക, DCBA ഈ ഓർഡറിൽ വേണം സർക്യൂട്ട് വരയ്ക്കാൻ. ഇനി ഇതിപ്പോ നിങ്ങൾ സിങ്ക്രണസ് കൗണ്ടർ എല്ലാം ഡിസൈൻ ചെയ്തപ്പോൾ QD QC QB QA എന്ന് എഴുതി വരച്ചു വന്നു. QD QC QB QA എന്ന് എഴുതിയിട്ട് ABCD എന്ന് പറഞ്ഞ് വരച്ചു. ഇനി ഇപ്പൊ എഴുതുമ്പോഴത്തേക്കും തിരിച്ചെഴുതി കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സിങ്ക്രണസ് കൗണ്ടറിൽ ഫോളോ ചെയ്ത പോലെ തന്നെ QD QC QB QA എന്ന് എഴുതുക, സർക്യൂട്ട് വരയ്ക്കും ABCD എന്ന് പറഞ്ഞ് വരയ്ക്കുക. അതല്ല നിങ്ങൾക്ക് ഇത് ഓർത്ത് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പ്രസന്റ് സ്റ്റേറ്റ് എഴുതാം. സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഈ ഒരു പ്രസന്റ് സ്റ്റേറ്റിലെ MSB ആയിട്ട് കൊടുത്ത ടേം ഏതാണോ അത് റൈറ്റ് എൻഡിൽ ആ ഫ്ലിപ്പ് ഫ്ലോപ്പ് വരുന്ന രീതിയിൽ വരയ്ക്കാം. ഓക്കെ, അപ്പൊ അതിനെപ്പറ്റി കൂടുതൽ കൺഫ്യൂസ്ഡ് ആവേണ്ട. നമ്മൾ എന്തായാലും പ്രസന്റ് സ്റ്റേറ്റ് ഒക്കെ എഴുതി ട്രൂത്ത് ടേബിൾ ഒക്കെ വരച്ചു, ഇക്വേഷൻസ് കണ്ടുപിടിച്ചു. ഇനി സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇതാണ് നമ്മുടെ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യം. അപ്പോൾ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാൻ പോവുകയാണ്. സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്കറിയാം നമ്മളിവിടെ 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് അറിയാം. ആ 4 ഫ്ലിപ്പ് ഫ്ലോപ്പും വരയ്ക്കണം. അപ്പോൾ നമ്മുടെ ടേബിളിൽ എഴുതിയേക്കുന്നത് പ്രകാരം QA QB QC QD ഈ ഒരു ഓർഡറിലാണ് നമ്മൾ എഴുതിയേക്കുന്നത്. ഈ A എന്ന് പറയുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് MSBയിൽ വന്നത്. സോ നമ്മളിവിടെ ഫ്ലിപ്പ് ഫ്ലോപ്പ് വരയ്ക്കുമ്പോൾ DCBA ഈ ഒരു രീതിയിൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് എഴുതി. അതായത് MSB വരുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പ് റൈറ്റ് എൻഡിൽ വരുന്ന പോലെ. ഇനി നമുക്കറിയാം ഇത് സിങ്ക്രണസ് കൗണ്ടർ ആണെന്ന്. സോ എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പുകൾക്കും കോമൺ ആയിട്ടൊരു ക്ലോക്ക് ഇൻപുട്ട് കൊടുക്കണം. ഇനി ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ എല്ലാം ഇൻപുട്ടുകളും അതേപോലെ ഔട്ട്പുട്ടും മാർക്ക് ചെയ്യണം. ഇനി നമ്മുടെ ഈ ഇക്വേഷൻസിനെ ബേസ് ചെയ്ത് നമുക്ക് ഇതിന്റെ ഇൻപുട്ട് കൊടുക്കാം. ഇൻപുട്ട് കൊടുക്കാൻ TA എന്ന് പറയുന്നത് QB × QC ആണ്. സോ ഒരു ആൻഡ് ഗേറ്റ് വരയ്ക്കുക. അതിന്റെ ഒരു ഇൻപുട്ട് QB ഒരു ഇൻപുട്ട് QC ആണ്. ആ ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് എടുത്ത് TA കൊടുക്കുക. ഇനി TB = QC ആണ്. സോ QC എന്ന് പറയുന്ന ഔട്ട്പുട്ട് ഡയറക്റ്റ് എടുത്ത് TBയിലേക്ക് കണക്ട് ചെയ്യുക. ഇനി TC = 1 ആണ്. സോ TCയിലേക്ക് ഒരു ലോജിക് 1 കൊടുക്കുക. ഇനി TDയുടെ വാല്യൂ എന്ന് പറയുന്നത് QA ബാർ QC പ്ലസ് QB ബാർ QC ബാർ ആണ്. അപ്പൊ നമ്മൾ ഈ ഓരോ സർക്യൂട്ടിൽ നിന്നും കണക്ഷൻസ് എടുക്കുമ്പോൾ ഈ സർക്യൂട്ട് ആകെ കൂടി അങ്ങ് കോംപ്ലിക്കേറ്റഡ് ആവും, കാണുന്നവർക്കൊന്നും മനസ്സിലാവില്ല. സോ അത് ഒഴിവാക്കാൻ വേണ്ടി ഇവിടെ QAക്ക് നമുക്കിവിടെ നോക്കിയേ QA ബാർ വേണം, QB ബാർ വേണം, QC ബാറും വേണം. അപ്പൊ എന്ത് ചെയ്യാം, ഒരു ലൈൻ വരയ്ക്കുക. ആ ലൈൻ QA ആണ്. ഒരു നോട്ട് ഗേറ്റ് കണക്ട് ചെയ്യുക. അതായത് ഈ ലൈൻ എന്ന് പറയുന്നത് QA ആണ്. നോട്ട് ഗേറ്റിൽ കൂടി കയറി വരുമ്പോൾ QA ബാർ ആവും. സിമിലറിൽ QBക്ക് ഒരു ലൈൻ വരയ്ക്കുക. നോട്ട് ഗേറ്റിൽ കൂടെ കയറി വരുമ്പോൾ QB ബാർ ആവും. QCക്ക് ഒരു ലൈൻ വരയ്ക്കുക. ഒരു നോട്ട് ഗേറ്റ് കണക്ട് ചെയ്തു. അപ്പൊ നോട്ട് ഗേറ്റിന്റെ ഔട്ട്പുട്ട് QC ബാറും ആവും. ഇനി ഒരു ആൻഡ് ഗേറ്റ് വരയ്ക്കുക. അതിന്റെ ഇൻപുട്ട് QCയും QA ബാറും. അപ്പൊ അതിന്റെ ഔട്ട്പുട്ട് QA ബാർ QC. വേറെ ആൻഡ് ഗേറ്റ് വരയ്ക്കുക. അതിന്റെ ഇൻപുട്ട് QB ബാറും QC ബാറും. അപ്പൊ അതിന്റെ ഔട്ട്പുട്ട് QB ബാർ × QC ബാർ. ഇനി ആ രണ്ട് ഔട്ട്പുട്ടിനെയും കൂടെ ഒരു ഓർ ഗേറ്റ് കൊടുക്കുക. അപ്പൊ ഓർ ഗേറ്റ് അതിനെ സം ചെയ്യും. അതായത് നമുക്ക് ആ ഓർ ഗേറ്റിന്റെ ഔട്ട്പുട്ടിൽ QA ബാർ QC പ്ലസ് QB ബാർ QC ബാർ എന്ന് കിട്ടും. അതെടുത്ത് TDയിലേക്കും കണക്ട് ചെയ്യാം. ഇതാണ് ഒരു റാൻഡം സീക്വൻസ് ജനറേറ്ററിന്റെ ഡിസൈനിങ് എന്ന് പറയുന്നത്. നമ്മുടെ സിങ്ക്രണസ് കൗണ്ടറിന്റെ സെയിം ഡിസൈനിങ് ആണ്. ആകെ വരുന്ന ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ച് പ്രസന്റ് സ്റ്റേറ്റുകളെ കാണും. അതായത് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന സീക്വൻസ് ആണ് നമ്മുടെ പ്രസന്റ് സ്റ്റേറ്റ്. ആ സീക്വൻസിനെ ബേസ് ചെയ്ത് നമ്മളൊരു സ്റ്റേറ്റ് ഡയഗ്രം എഴുതിയിട്ടുണ്ട്. അത് നോക്കി വേണം നെക്സ്റ്റ് സ്റ്റേറ്റ് എഴുതാൻ. എന്നിട്ട് പ്രസന്റ് സ്റ്റേറ്റും നെക്സ്റ്റ് സ്റ്റേറ്റിനെയും ബേസ് ചെയ്ത് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ട് എഴുതുക. ദെൻ ബാക്കി എല്ലാം നമ്മുടെ സിങ്ക്രണസ് കൗണ്ടർ ഡിസൈനിങ് പോലെയാണ്. പിന്നെ ഇവിടെ നമ്മൾ K-മാപ്പ് വരയ്ക്കുമ്പോൾ K-മാപ്പിൽ കുറെ കോളംസ് വേക്കന്റ് ആയി കിടക്കും. ആ കോളത്തിൽ ഡോൺ കെയർ എൻട്രി ചെയ്ത് കൊടുക്കും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ഓർക്കേണ്ടുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇപ്പൊ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ പ്രസന്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് QA QB QC QD എന്നാണ് എഴുതുന്നെങ്കിൽ
ഡയഗ്രാം വരയ്ക്കുമ്പോൾ എ എന്ന് പറയുന്നത്, അതായത് MSB ആയിട്ട് എഴുതിയേക്കുന്നത് ഏതാണ്? അപ്പൊ ക്യു എന്ന് പറഞ്ഞാൽ MSB ക്യു ആണ്. അപ്പൊ എ എന്ന് പറഞ്ഞ ഫ്ലിപ്പ് ഫ്ലോപ്പ് റൈറ്റ് എൻഡിൽ വരുന്ന രീതിയിൽ വേണം വരയ്ക്കാൻ. ഇനി നമ്മൾ QD QC QB QA എന്നാണ് എഴുതിയേക്കുന്നതെങ്കിൽ നമ്മുടെ MSB എന്ന് പറയുന്നത് QD ആണ്. അപ്പൊ D എന്ന് പറയുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പ് റൈറ്റ് എൻഡിൽ വരുന്ന പോലെ വേണം വരയ്ക്കാൻ. കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോർമലി ചെയ്യുന്ന പോലെ QD QC QB QA എന്ന് പറഞ്ഞ് തന്നെ അങ്ങ് എഴുതിപ്പോയാൽ മതി. ഇത്രയേ ഉള്ളൂ റാൻഡം സീക്വൻസ് ജനറേറ്റർ.